എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല വീഡിയോ ആണ് കേട്ടോ. നരച്ച പൊടിയായി മാറ്റാനും വേണ്ടി നമ്മളിതിന് മുമ്പാണെങ്കിലും ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു കിട്ടില്ല വീഡിയോ ആണ്. നരച്ച മുടിയെ കറുപ്പിക്കാം, അതുപോലെ തന്നെ കിളിർത്ത് വരുന്ന മുടിയെ നമുക്ക് കറുപ്പോടെ കരുത്തോടു കൂടി വളർത്തിയെടുക്കാൻ പറ്റും. മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ട് അതുപോലെ ഇടതൂർന്ന് വളരാൻ ഏത് പ്രായത്തിലും സാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ മിക്ക വീടുകളിലും കാണുന്നതാണ് വാഴക്കൊല, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് പഴം വാങ്ങിക്കുന്ന സമയം അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ വെറുതെ കളയാറാണുള്ളത്. ഇതിൻ്റെ ഗുണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. ഞാൻ ഗുണങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാമേ. അതിൻ്റെ ഗുണങ്ങളൊക്കെ പറയുമ്പോഴത്തേന് ഈ ഒരു വീഡിയോ വലിയൊരു വീഡിയോ ആയിപ്പോൾ. അത് നരച്ച മുടിയെ കറപ്പിക്കാൻ അല്ലെങ്കിൽ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരം നമുക്ക് ഈ പഴം കൊണ്ടും അതുപോലെ തന്നെ ഈ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു തോല് കൊണ്ടും പറ്റും. അത് നമ്മളൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലോട്ട് ഇപ്പോൾ 2 പഴത്തിൻ്റെ തോലാണ്, അപ്പോൾ അത് ഏത് പഴം എടുക്കാം. ഞാനിപ്പം ഈ 2 പഴത്തിൻ്റെ തോലിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പിന്നെ പ്രധാനമായിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ചേരുവയാണ് നമ്മുടെ കരിഞ്ജീരകം. മുടി സംരക്ഷണത്തിന് മാത്രമല്ല, അതിൻ്റെ ഗുണങ്ങൾ അത്രയേറെയാണ് കേട്ടോ. അതിന് കരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ മുടി ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്നനുസരിച്ച് എടുക്കുന്ന ചേരുവയിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അതിന് വളരെ തീ കുറച്ചിട്ടിട്ട് ആ വാഴപ്പഴത്തിൻ്റെ തോലിലൊരു ചെറിയ നനവുണ്ടല്ലോ, അതൊന്ന് ഡ്രൈ ആയി വരണം. നമ്മൾ മിക്സിയിലൊക്കെ പൊടിക്കുന്ന സമയത്ത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയാണ് ചെറിയ തീയിലാക്കിയിട്ട് ഇതുപോലെ നല്ലപോലെ ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാമേ. നിങ്ങൾ എടുത്ത് കാണിക്കാതെ എത്രത്തോളം അത് വറന്ന് വന്നിട്ടുണ്ടെന്നുള്ളത്. കരിഞ്ജീരകം നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. മുടി ഓയിലായിട്ട്, പായ്ക്കായിട്ട്, ഇൻസ്റ്റൻറ്റ് ഡൈ ആയിട്ട്, അങ്ങനെ ഒരുപാട് രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അത്രയേറെ ഗുണകരമാണ്. നമ്മൾ ആഹാരം പോലെ കരുതുന്ന കാര്യങ്ങൾ പുറത്തും ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനെ നമ്മൾ നേരെ മിക്സിയുടെ ചെറിയ ജാറിലോട്ടാണ് മാറ്റുന്നത് കേട്ടോ. നല്ല ചൂടായിരുന്നു. ആ ചൂടൊക്കെ മാറിയതിന് ശേഷം വേണം ചെയ്യാനും വേണ്ടി. നിസ്സാരം നമ്മൾ ഒരു കരിഞ്ജീരകം എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് എടുത്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്രത്തോളം അത് ഡാർക്കായിട്ടുള്ള കറുപ്പ് കിട്ടും. അത് നമ്മൾ അത്രയും ഗുണകരമാണ് കേട്ടോ. പാക്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് ഒന്ന് മടക്കിയതിന് ശേഷമാണ് മിക്സിയുടെ ജാറിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നാണ് അടപ്പ് വെച്ചിട്ട് നമ്മൾ അതൊന്ന് പൊടിച്ചെടുക്കുന്നത്. പൊടിക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രത്യേകിച്ച് ഇങ്ങനെ വറുത്തിട്ടൊക്കെ പൊടിക്കുമ്പോൾ ആ ഒരു കറാന്നുള്ള കളറും ഒക്കെ എന്ന് വെച്ചിട്ട് മിക്സിയുടെ ബ്ലേഡിനകത്തും ഉള്ളിലൊക്കെ പറ്റിയിരിക്കും. എന്നിട്ട് ഇതിനെ നമുക്ക് അരിച്ചെടുക്കാം. നമ്മൾ ഈ മിക്സി നമുക്ക് എല്ലാ വീട്ടിലും ഒരെണ്ണമല്ലേ കാണത്തുള്ളൂ. അതിന് നമുക്ക് എല്ലാത്തിലും ഉപയോഗിക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യുന്നത് ഒരു ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുതന്നെ ആ ക്ലീൻ ചെയ്യുന്നതിന് എളുപ്പകരമായിട്ടുള്ള കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ നല്ലപോലെ പൗഡർ രീതിയിൽ പൊടിഞ്ഞ് വന്നെങ്കിലും ഒന്നും കൂടി ഇതിനെ ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ആ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട രീതിയിലൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നല്ലപോലെ അതിനെ അരിച്ച് ഒട്ടും തരിയില്ലാത്ത രീതി എടുത്താൽ മാത്രമേ നമുക്കത് കറക്റ്റ് രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നല്ലപോലെ ഇതിനെ നമുക്ക് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ഒട്ടും പൊടിഞ്ഞ് വരാത്തതിനെ നമുക്ക് മാറ്റാം. നല്ല പൗഡർ രീതി വന്നതിനെ നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്താൽ മതി. അത് നമ്മൾ ഒരു തവണ തയ്യാറാക്കുമ്പോൾ കുറേയേറെ ദിവസത്തിന് നമുക്കത് ഉപയോഗിക്കാം. കുറേ നാളത്തേന് വേണമെങ്കിൽ തന്നെ ഉപയോഗിക്കാം. ഒരാൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് മാത്രം മുടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ നല്ലപോലെ നമ്മൾ ഇതിനെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലൊക്കെ നമ്മൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ നഖത്തിൻ്റെ ഇടയിലും കുറച്ച് നഖമുള്ളെങ്കിൽ പോലും കയ്യിലൊക്കെ ആ ഒരു കറുപ്പ് കുറേ ദിവസത്തിന് നീണ്ടു നിൽക്കും കേട്ടോ. അന്നേരം നമുക്ക് എപ്പോഴും തയ്യാറാക്കാൻ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് മെനക്കിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഇങ്ങനെ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. മിക്സിയുടെ ജാറിലേക്ക് 1-2 ഡ്രോപ്പ് മാത്രം ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പിൻ്റെ പതയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാം, നല്ലപോലെ ക്ലീനായി കിട്ടും. ഞാനിപ്പോൾ ഉപ്പും ഈ ഒരു ലിക്വിഡും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഒന്നൊന്ന് അടിച്ചെടുക്കുകയാണ്. അന്നേരം തന്നെ ആ ഒരു ബ്ലേഡിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു കറയൊക്കെ നല്ലപോലെ ഇളകിയിട്ടുണ്ട്. ഒന്നൊന്ന് നല്ല വൃത്തിയായിട്ട് കഴിയുമ്പോൾ തന്നെ അത് ക്ലീൻ ആയി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ അരിച്ചെടുത്ത ആ ഒരു പൊടിയിൽ നിന്ന്
കുറച്ച് മാത്രം ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലോട്ട് മാറ്റിയിട്ട് നമ്മൾ സാധാ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വേറെ ഒന്നും ചേർക്കാത്ത വെളിച്ചെണ്ണയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കാച്ചിയ എണ്ണ വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് ചൂടാക്കാനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്നൊന്ന് ചൂടാക്കുന്നേ ഉള്ളൂ, ഒരുപാടിട്ട് തിളപ്പിക്കരുതേ. എന്നിട്ടൊന്ന് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം ഒന്ന് എടുത്താൽ മതി. നല്ല ഡാർക്കായിട്ടുള്ള കറുപ്പിലോട്ട് വരും. ഇതൊരു എണ്ണയായിട്ട് മുടി നരച്ചവർക്ക് മാത്രമല്ല, മുടി വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഓയിലാണ്. സിമ്പിളായിട്ട് വെറും രണ്ട് ചേരുവകളാണ്, കരിഞ്ജീരകവും പഴത്തിൻ്റെ തോലുമാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ ഒരു വീഡിയോ ഒരു പക്ഷേ വൈറലാവുകയാണെങ്കിൽ പഴത്തിൻ്റെ തോലിനകത്ത് എന്താണ് ഇത്ര ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വരും. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ എടുക്കുന്ന ഓരോ ചേരുവയുടെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ വലുതായി പോകും. ജസ്റ്റ് അങ്ങനെ നമ്മൾ നെഗറ്റീവ് പറയുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഗൂഗിളിലോട്ട് ഇപ്പം എല്ലാത്തിനും സർവ്വസാധാരണ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, സെർച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഓയിൽ നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ എണ്ണ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. അത് നമ്മൾ എടുത്തിരിക്കുന്ന പൗഡർ ലേശം ഞാൻ എൻ്റെ കയ്യിലോട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അലോവേറ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നോ അല്ലെങ്കിൽ അലോവേറ ജെൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേന് ഇതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിക്കഴിഞ്ഞാലും പടരത്തില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഇതൊരു ലിക്വിഡ് രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. നമ്മൾ അല്ലാതെയും ചെയ്യാമേ. എന്നിട്ട് നമ്മൾ നേരെ ഇതുപോലൊരു ഇതിനകത്താക്കിയിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ നേരത്ത് നമ്മുടെ തലമുടിയിലോട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം പുറത്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അത്രയും അങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഞാനിത് വെള്ളം ഒഴിച്ച് കാണിക്കാം. അത് എത്രത്തോളം അത് ആ ഒരു ഡാർക്കായിട്ടിരിക്കുന്നത്, ആ ഒരു അലോവേറ ജെല്ലും ഗ്ലിസറിൻ്റെ ആണ് ഒരു പുറമേ കാണുന്നത്, ഉള്ളിൽ ആ ഒരു കറുപ്പണൻ്റെ റിയൽ ആയിട്ടുള്ള കളർ കേട്ടോ. അത് കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല വെള്ള പ്ലേറ്റാണ് അടിയിൽ വെച്ചിരിക്കുന്നത്. ഒട്ടും തന്നെ ഇത് പടന്നിട്ടില്ല. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തേച്ച ഉടനെ നമ്മൾ പുറത്തു പോകാതിരിക്കുക, ഒന്നൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം പുറത്തു പോകാം. ഇതിപ്പോൾ ലേശം കയ്യിൽ തേച്ചിട്ട് നമ്മൾ ആവണക്കണ്ണയുടെ എണ്ണയോ അല്ലെങ്കിൽ ഗ്ലിസറിനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് വാസിലിനോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഏതാണോ ചേരുവകൾ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അതിൽ ഞാനിതിലേക്ക് നമ്മുടെ വാസിലിൻ ജസ്റ്റ് തേച്ചിട്ട് കയ്യിലിങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തേച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലത് കറുപ്പായി കിട്ടും. നരച്ച മുടികൾ അങ്ങങ്ങാട്ടുള്ളവർക്കാണെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ചെമ്പരത്തിയുടെ ഇല ചേർത്ത് കൊടുക്കുക, പനിക്കുറുക്കയുടെ ഇല, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകിൽ തേയിലവെള്ളം, കഞ്ഞിവെള്ളം, തൈരോ ഒക്കെ ചേർത്ത് നമുക്ക് അരയ്ക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ചോറാണെങ്കിലും പഴമൊക്കെ ആണെങ്കിലും നമ്മുടെ മുടിയെ പെട്ടെന്ന് ഒരു സിൽക്കി രീതിയിലോട്ട് കൊണ്ടുവരികയും നിലവിലുള്ള മുടിയുടെ കട്ടിയെ കാട്ടി കുറച്ചും കൂടെ കട്ടി തോന്നിക്കുന്നതാണ് ഈ ചോറും പഴമൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ മുരിങ്ങയിലയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നില്ല. അതുപോലെ തന്നെ ചെമ്പരത്തി, താളി എന്നൊക്കെ പറയുന്നത് പണ്ട് മുതലേ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയും അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള ഇൻഫർമേഷനൊന്നും നമ്മുടെ സമൂഹത്തിലെത്തുന്നതിന് മുമ്പേ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാനിതിലേക്ക് പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി. എന്നിട്ട് നമ്മൾ നല്ലപോലെ അരച്ചിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരിച്ചെടുത്തിട്ട് നമുക്കിത് തലയോട്ടിലും തലമുടിയിലും കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ തേച്ച് കൊടുക്കുക. ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ കഴുകിക്കളയാം. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ പഴം വെച്ചിട്ട് നല്ലൊരു പാക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ തോല് നമ്മൾ മിക്കപ്പോഴും കളയാറാണുള്ളത്. അത് വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള 3 തരത്തിലുള്ള ഡൈകളാണ് ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.